ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോയിൽ കാണുന്ന പോലെ ലെഗ്സ് എപ്പോഴും ഷേക്ക് ചെയ്തുകൊണ്ടേ നിൽക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ടോ? ഇതൊരു പ്രോബ്ലം ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അല്ല, പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ ഇതൊരു പ്രോബ്ലം തന്നെയാണ്. ഇത് സിമ്പിളായിട്ടുള്ള ഹാബിറ്റൽ പർപ്പസ് കൊണ്ട് മുതൽ ഏറ്റവും ഇടങ്ങാറ് പിടിച്ച അയൺ ഡെഫിഷ്യൻസി വരെയുള്ള കാരണം കൊണ്ട് ഇത് ഉണ്ടാവും. ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മളെ ബോഡി ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. ഇതൊരു ഹാബിറ്റൽ പർപ്പസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ ചില സമയത്തെല്ലാം നമ്മുടെ ലൈഫിൽ ഇതൊരു ബാഡ് മാനേഴ്സ് കൊണ്ടുവരാൻ ചാൻസ് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മീറ്റിങ്ങിൽ ഇങ്ങനെ ലെഗ്സ് ഷേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മാനേഴ്സാണ് മറ്റുള്ളവർ മനസ്സിലാക്കുക. ഓർ നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്തും ഇതുപോലെ ലെഗ്സ് ഷേക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആണ്, ആൻസൈറ്റി ഉള്ളവരാണ്, ടെൻസ്ഡ് ആണ് എന്നൊക്കെ പെട്ടെന്ന് തന്നെ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും. ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക നമുക്ക് ആൻസൈറ്റി, സ്ട്രെസ്സ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഇത് സിവിയർ ആയിട്ട് തോന്നുന്നത് നമ്മൾ ഉറക്കത്തിൽ പോലും ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. ഒന്നുകിൽ അയൺ ഡെഫിഷ്യൻസി ആയിരിക്കും, അല്ലെങ്കിൽ നെർവ് ഇഷ്യൂസ് ആയിരിക്കും. ആൻഡ് ഫൈനലി ഗൈസ്, ഇത് നമ്മുടെ എനർജീനെയാണ് വേസ്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എനർജി യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ അറിയാതെ വേസ്റ്റ് ചെയ്യുന്ന എനർജിയാണ്. ഇത് കഴിച്ചിട്ടും തടിക്ക് പിടിക്കുന്നില്ല എന്ന് പറയുന്ന മോസ്റ്റ് ഓഫ് ആൾക്കാർക്കും ഈ ഒരു ശീലം ഉണ്ടാകും. നമ്മളെ കലോറിയാണ് ഇത് ബേൺ ചെയ്യുന്നത്. സോ എനിവൺ റിലേറ്റ്, പ്ലീസ് ഡു ഫോളോ മൈ ചാനൽ.